അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വെക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. വെക്ടർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കുറിച്ചിട്ടും അതേപോലെ എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്, ജീൻസിനെ കട്ട് ചെയ്യാൻ അല്ലേ, ജീൻസിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസേഴ്സിനെ പറയുന്ന പേരാണെന്ത്, റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഇനി ആ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്കാണ് പേസ്റ്റ് ചെയ്യാറ്, വെക്ടേഴ്സിലേക്കാണ് പേസ്റ്റ് ചെയ്യാറ്. വെക്ടറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, ഒന്നിലത്തെ ജീന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിളാണ് ആര്, വെക്ടർ. ഇനി വെക്ടർ നമുക്ക് എല്ലാ ഓർഗാൻസിനും സെയിം വെക്ടർ ആണോ, പ്ലാസ്മിഡ് തന്നെയാണോ? നമ്മളിപ്പോൾ ബുക്കിൽ മെയിനായിട്ട് പ്ലാസ്മിഡിനെ കുറിച്ച് പറഞ്ഞു, എല്ലാ ഓർഗാൻസിനും സെയിം വെക്ടർ ആണോ? അല്ല, ഓരോ ഓർഗാൻസിനും അതിൻ്റെതായിട്ട് വെക്ടർ ഉണ്ട്. ഇപ്പോൾ ഹ്യൂമൻ ബോഡിയിലേക്കാണ് ഒരു ജീൻ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലാസ്മിഡ് യൂസ് ചെയ്യാൻ പറ്റൂ? ഇല്ല. നമുക്ക് ഹ്യൂമൻ ബോഡിയിലേക്ക് ജീനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് റെട്രോ വൈറസിന്റെ സഹായം വേണം. അതേപോലെ തന്നെ പ്ലാന്റ് സെൽസിലേക്കാണ് ഒരു ഫഞ്ചൈഡ് ജീനെ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പ്ലാന്റ് സെൽസിന് അതിൻ്റെതായിട്ടുള്ള വെക്ടർ വേണം. ഓരോ ഓർഗാൻസിനും നിശ്ചിത അതിനുള്ള അതിലേക്ക് കടക്കാനുള്ള വെക്ടർ ഡിഫറെൻ്റ് ആയിരിക്കും, എല്ലാത്തിനും ഒരുപോലെയല്ല. ഇനി ഈ ഹ്യൂമൻ ബോഡിയിൽ നിന്നും നമുക്ക് ഒരു ബാക്ടീരിയയിലേക്ക് ഒരു ജീൻ ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ എന്തിനായിരിക്കും ബാക്ടീരിയയിലേക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ബാക്ടീരിയ മെയിനായിട്ട് എന്താ, പെട്ടെന്ന് റെപ്ലിക്കേറ്റ് ചെയ്യും. പെട്ടെന്ന് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പെട്ടെന്ന് അതിങ്ങനെ വിഭജിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു ജീൻ എടുത്തിട്ട് മറ്റേതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ജീനിൻ്റെ ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക്, നമ്മൾ ബാക്ടീരിയൽ ഫാക്ടറി പോലെ യൂസ് ചെയ്യും. അപ്പോൾ ഒരു ജീന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഉപയോഗിക്കുന്ന സെൽസിനെ പറയുന്ന പേരാണ് വെക്ടർ അല്ലെങ്കിൽ വെഹിക്കിളാണ്. എന്താണ് വെക്ടർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ വെഹിക്കിൾ വിച്ച് ഇസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ എ ജീൻ ഫ്രം വൺ സെൽ ടു അനദർ അല്ലേ. ഒരു സെല്ലിന്റെ ജീനിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെഹിക്കിൾ, അതിന് പറയുന്ന പേരാണ് എന്ത്, വെക്ടേഴ്സ് അല്ലെങ്കിൽ ക്ലോണിംഗ് വെക്ടർ അല്ലെങ്കിൽ ക്ലോണിംഗ് വെഹിക്കിൾ. ഇനി ഒരു ഹ്യൂമൻ ബോഡി എക്സാമ്പിൾ, ഒരു ഹ്യൂമൻ ബോഡിയിൽ നമുക്ക് ഒരു ജീൻ DNA സ്ട്രാൻഡ് നമുക്ക് ആവശ്യമുള്ള ജീൻ ഈ ഒരു ഭാഗത്താണെന്ന് വിചാരിക്കുക. ഈ ഒരു പൊസിഷനിലുള്ള ജീനാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ ജീൻ എടുത്തിട്ട് നമുക്ക് എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ബാക്ടീരിയ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ ബാക്ടീരിയ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്, പ്ലാസ്മിഡ്സ്. അത് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതാണ് എന്ത്, വെക്ടർ. വെക്ടറിന്റെ സഹായത്തോടെ കൂടി ട്രാൻസ്ഫർ ചെയ്യുന്ന ടെക്നിക്ക്. പിന്നെ വെക്ടർലെസ് ട്രാൻസ്ഫറിംഗ് ഉണ്ട്, വിത്ത് ഹെൽപ്പ് ഓഫ് ദി വെക്ടറും ഉണ്ട്. ഇനി എല്ലാ വെക്ടേഴ്സിനും കടത്താൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഒരു വെക്ടറിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം? ഇനി ബാക്ടീരിയയിലേക്ക് കടക്കാൻ ഉപയോഗിക്കുന്ന വെക്ടറിന്റെ പേരാണെന്ത്, പ്ലാസ്മിഡ്. പ്ലാസ്മിഡ് മാത്രമല്ല ബാക്ടീരിയ ഫേജും കടക്കാം. എന്താ ബാക്ടീരിയ ഫേജ്? ഒരു ബാക്ടീരിയയെ വൈറസ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വൈറൽ DNA എന്തിലേക്ക് അപ്ലൈ ചെയ്യും, ബാക്ടീരിയയിലേക്ക് അപ്ലൈ ചെയ്യും. എന്നിട്ട് ബാക്ടീരിയയിലുള്ള ആ വൈറൽ DNA റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വൈറസ് അറ്റാക്ക്ഡ് ബാക്ടീരിയ ബാക്ടീരിയ ഫേജ് എന്ന് പറഞ്ഞ് അത് അറ്റാക്ക് ചെയ്തിട്ട് അവിടെ തന്നെ റെപ്ലിക്കേഷൻ, മൾട്ടിപ്പിൾ റെപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക, പിന്നെ ആ ബാക്ടീരിയ കൊന്നിട്ട് പുതിയ തരം വൈറസ് ഉണ്ടാവും. ഇങ്ങനെയാണ് ആ പ്രോസസ്സ്. ബാക്ടീരിയ ഫേജ് അപ്പം എന്താ, ഒരു മോശപ്പെട്ട ഒരു എന്താ വെക്ടറാണ് അല്ലേ. പക്ഷെ പെട്ടെന്ന് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്, ആ ബാക്ടീരിയ ഫേജിനുണ്ട്. അതേപോലെ പ്ലാസ്മിഡ്. ഇനി നമ്മൾ പറഞ്ഞു ഒരു ജീന്, ഇപ്പൊ മുന്നേ കാലങ്ങളിലൊക്കെ ഹ്യൂമൻ ബീങ്സിന് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ മൃഗങ്ങളിൽ നിന്നാണ് എടുത്തിരുന്നത്. ആ മൃഗങ്ങൾക്ക് കന്നുകാലികളിൽ നിന്നും പന്നികളിൽ നിന്നും ഒക്കെ ഇൻസുലിൻ എടുത്തിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഇൻജക്ട് ചെയ്തിരുന്നതാണ്. അത്തരം ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ തന്നെ അലർജിക്കൽ പ്രോബ്ലംസും അങ്ങനെ ഓരോ പ്രോബ്ലംസും വരുത്തുന്ന കാരണം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിനെ എടുത്തിട്ട്, ഇൻസുലിൻ കൾട്ടിവേറ്റ് അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനെ എടുത്തിട്ട് നമ്മൾ എന്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, വെക്ടറിലേക്ക് അല്ലേ. അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുക എങ്ങനെയാ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഇൻസുലിൻ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈം എന്താ, റെസ്ട്രിക്ഷൻ എൻസൈം. ആ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെയും കട്ട് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് എന്താ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനെ
ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു അല്ലേ. റെസ്ട്രിക്ഷൻ എൻസൈംസ് ഇതുകൊണ്ടും കട്ടെടുത്ത് ഇവിടെ റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ സഹായത്തോടെ എന്താ ഇൻസുലിൻ വന്നു പെട്ടു. ഞാൻ ഇൻസുലിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ബാക്ടീരിയയിലേക്ക് യൂസ് ചെയ്യും. ബാക്ടീരിയയിലേക്ക് നമ്മളിത് കടത്തുന്നത് എന്തിനാ, ബാക്ടീരിയ പെട്ടെന്ന് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. ഒരു ഫാക്ടറി പോലെ നമ്മൾ ഇതിൻ്റെ ഒരുപാട് കോപ്പീസ് ബാക്ടീരിയ ഉണ്ടാവും. ആ ബാക്ടീരിയയിൽ നമ്മളെല്ലാം കൂടി ചതക്കിയിട്ട് അതിൻ്റെ ഇൻസുലിൻ മാത്രം എടുത്തിട്ട് നമ്മുടെ ഇൻസുലിൻ മെഡിസിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള ആവശ്യങ്ങൾക്കുള്ള ഇൻസുലിൻ കിട്ടും. കാരണം ബാക്ടീരിയ പെട്ടെന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പം ഒരു ഫാക്ടറി പോലെ ബാക്ടീരിയനെ പ്രവർത്തിക്കണമെങ്കിൽ അതിലേക്ക് കടക്കാൻ ഉപയോഗിക്കുന്ന വെക്ടറാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്മിഡ്. ഇനി വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വെഹിക്കിളാണ്. ഒരു ജീനെ മറ്റൊരു ഇതിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിളിനെ പറയുന്ന പേരാണ് വെക്ടർ. അത് ബാക്ടീരിയയിലേക്ക് അപ്ലൈ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള വെഹിക്കിളിന്റെ പേരാണെന്നുണ്ടെങ്കിൽ പ്ലാസ്മിഡ് അല്ലെങ്കിൽ ബാക്ടീരിയ ഫേജ്. ഇപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്ലാസ്മിഡിനെ കുറിച്ചിട്ടാണ്. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു ബാക്ടീരിയ ആണെന്ന് കരുതുക. ഇതൊരു ബാക്ടീരിയയാണ്. ബാക്ടീരിയയില് അതിന് തന്നെ DNA, എസെൻഷ്യൽ DNA ഉണ്ട്. അത് പോരാണ്ട് ചെറിയ സർക്കുലർ DNAസും അതിനുള്ളിൽ കാണാം. ഈ സർക്കുലർ DNA പറയുന്ന പേരാണിത് പ്ലാസ്മിഡ് അല്ലേ. ഞാൻ പറഞ്ഞു ഓരോ ജീവികളും വ്യത്യസ്ത വെക്ടേഴ്സ് ആണ് അതിന് അപ്ലൈ ചെയ്യുന്നത്. ബാക്ടീരിയ അപ്ലൈ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ് ഒന്ന് പ്ലാസ്മിഡും ബാക്ടീരിയ ഫേജും. നമ്മൾ ഇന്ന് പറയുന്നത് പ്ലാസ്മിഡിനെ കുറിച്ചാണ്. പ്ലാസ്മിഡ് എന്താണ്, ബാക്ടീരിയകത്ത് 2 തരം എന്ത് കാണുന്നുണ്ട്, DNA അല്ലെങ്കിൽ ക്രോമസോംസ് കാണുന്നുണ്ട്. ആ ക്രോമസോംസിൽ ഒന്ന് അത് അതിൻ്റെ എസെൻഷ്യൽ ക്രോമസോംസും മറ്റൊന്ന് സർക്കുലർ DNA ആണ്. ആ സർക്കുലർ DNA പറയുന്ന പേരാണെന്ത്, പ്ലാസ്മിഡ്. ഇനി ഈ പ്ലാസ്മിഡ് ഈ സർക്കുലർ DNA പുറത്ത് പോയാലോ പ്ലാസ്മിഡ് പിന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും ആക്കിയിട്ട് ഇതിനൊക്കെ അകത്ത് കിടന്നാലോ ഈ ബാക്ടീരിയയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബാധിക്കുന്നില്ല. ഇതിന്റെ ഫംഗ്ഷനെയോ ഇതിന്റെ പ്രവർത്തനയോ ഇതിനെ നശിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതിൽ നിന്നും ഇതിനെടുത്തിട്ട് നമ്മളൊന്ന് റീകൺസ്ട്രക്ട് ചെയ്ത് തിരിച്ചതിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ ബാക്ടീരിയയെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു എഫക്റ്റും വരുന്നില്ല. അതുകൊണ്ടാണ് പ്ലാസ്മിഡ് തന്നെ മെയിനായിട്ട് ബാക്ടീരിയ യൂസ് ചെയ്യാൻ കാരണം. അതിനകത്ത് പ്ലാസ്മിഡ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് നമ്മൾ എടുത്താലും അതിൽ തന്നെ തിരിച്ചു കൊടുത്തു വെച്ചാലും യാതൊരു എഫക്റ്റ് എന്തിനും വരുന്നില്ല, ബാക്ടീരിയയുടെ പ്രവർത്തനത്തിന് യാതൊരു കുഴപ്പവും അത് ഉണ്ടാക്കുന്നില്ല. ഇനി എസെൻഷ്യൽ ആയിട്ട് ഒരു പ്ലാസ്മിഡിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മൾ വെക്ടറായിട്ട് ബാക്ടീരിയയിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെക്ടർ ആണല്ലോ പ്ലാസ്മിഡ്. ഇനി ഫീച്ചേഴ്സുകൾ അതിന് ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു വെക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് വെക്ടറും യൂസ് ചെയ്യാൻ പറ്റില്ല. വെക്ടർ നമ്മൾ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം, എങ്ങനെയുള്ള കണ്ടീഷനുള്ള വെക്ടേഴ്സിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, ഡബിൾ സ്ട്രാൻഡഡ് ആയിരിക്കണം. ഡബിൾ സ്ട്രാൻഡഡ് ആയിരിക്കണം. ഒരു വെക്ടർ എപ്പോഴും ഡബിൾ സ്ട്രാൻഡഡ് ആയിരിക്കണം. സിംഗിൾ സ്ട്രാൻഡഡ് പാടില്ല അല്ലേ. ഡബിൾ സ്ട്രാൻഡഡ് ആയിരിക്കണം. അതിങ്ങനെ ലീനിയർ ആയിട്ടുള്ള ഡബിൾ സ്ട്രാൻഡഡ് DNA പറ്റുമോ? ഇല്ല. ഡബിൾ സ്ട്രാൻഡഡ് മാത്രമല്ല സർക്കുലർ ആയിരിക്കണം. സർക്കുലർ ആയിരിക്കണം. ഡബിൾ സ്ട്രാൻഡഡ് DNA ആയിരിക്കണം അല്ലേ. സിംഗിൾ സ്ട്രാൻഡഡ് DNA പറ്റില്ല, RNA പറ്റില്ല. എന്ത് മാത്രമേ പറ്റുള്ളൂ? ഡബിൾ സ്ട്രാൻഡഡ് DNA ആയിരിക്കണം. സർക്കുലർ DNA ആയിരിക്കണം. സർക്കുലർ ആയിരിക്കണം. കാരണം റൗണ്ട് ഉള്ളത് തന്നെ വേണം. നമ്മുടെ ഇങ്ങനെയുള്ള DNA സ്ട്രാൻഡ്സ് പറ്റില്ല. ലീനിയർ ഷേപ്പുള്ള ഡബിൾ സ്ട്രാൻഡഡ് ആയിരിക്കണം, സർക്കുലർ ആയിരിക്കണം. നെക്സ്റ്റ്, നോൺ എസെൻഷ്യൽ ആയിരിക്കണം. നോൺ എസെൻഷ്യൽ ആയിരിക്കണം. നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? നോൺ എസെൻഷ്യൽ ഈ പ്ലാസ്മിഡ് ഈ ബാക്ടീരിയ കടന്നാലോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് പോയാലോ ഈ ബാക്ടീരിയയെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ യാതൊരു എഫക്റ്റുമായി ഉണ്ടാവാൻ പാടില്ല. നോൺ എസെൻഷ്യൽ ആണ്. ഇതുകൊണ്ട് ഈ ബാക്ടീരിയക്ക് ഉപകാരമില്ല ഉപദ്രവവും ഇല്ല. നോൺ എസെൻഷ്യൽ ആണ്.
അതൊരു ക്യാരക്ടേഴ്സ്. നെക്സ്റ്റ് എക്സ്ട്രാ ക്രോമസോമൽ. എക്സ്ട്രാ ക്രോമസോമൽ അല്ലേ, ഈ DNA എസെൻഷ്യൽ ക്രോമസോം ഉണ്ട്, അതല്ലാണ്ട് തന്നെയുള്ള ക്രോമസോമൽ ഉണ്ട്, അതാണ് എക്സ്ട്രാ ക്രോമസോമൽ. എന്താണ്? എക്സ്ട്രാ ക്രോമസോമൽ ആയിരിക്കണം. എക്സ്ട്രാ ക്രോമസോമൽ ആയിരിക്കണം. നമ്മുടെ ഒരു പരീക്ഷ നടക്കുമ്പോൾ എക്സ്ട്രാ ക്രോമസോമൽ ആയിരിക്കണം. എന്തൊക്കെയാണ്? ഒന്ന് ഡബിൾ സ്ട്രാൻഡഡ് ആയിരിക്കണം. ഡബിൾ സ്ട്രാൻഡഡ് DNA ആയിരിക്കണം. RNA പറ്റില്ല, സിംഗിൾ സ്ട്രാൻഡും പറ്റില്ല. സർക്കുലർ ആയിരിക്കണം. എവിടുന്നാണ് തുടങ്ങുന്നത് അവിടെ തന്നെ എൻഡ് ചെയ്യുന്ന തരം, അതാണ് സർക്കുലർ, റൗണ്ട് ഷേപ്പ് ആയിരിക്കണം. നോൺ എസെൻഷ്യൽ ആയിരിക്കണം. ഈ ബാക്ടീരിയയുടെ അകത്തേക്ക് നോൺ എസെൻഷ്യൽ, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് പോയാലോ അകത്ത് ചെന്നാലും യാതൊരു എഫക്റ്റും ഇതിന്റെ വർക്കിങ്ങിനും സംഭവിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ബാക്ടീരിയ യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറി ആയിട്ടല്ലേ, ആ ഫാക്ടറി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും നമ്മൾ ക്രോമസോമിനെ പുറത്തേക്ക് എടുക്കുന്നു, പ്ലാസ്മിനെ പുറത്തേക്ക് എടുക്കുന്നു, പിന്നെ നമ്മൾ അത് റീകൺസ്ട്രക്ട് ചെയ്ത് തിരിച്ചു വെക്കുന്നു. അപ്പൊ ഇതിന്റെ പ്രവർത്തനത്തിന് യാതൊരു എഫക്റ്റും പാടില്ല. അതാണ് നോൺ എസെൻഷ്യൽ. എക്സ്ട്രാ ക്രോമസോം ഉദ്ദേശിക്കുന്നത് ഇതിൽ ഓൾറെഡി ഒരു എസെൻഷ്യൽ ക്രോമസോം ഉണ്ട്, അങ്ങനെ ഉണ്ടാവുമ്പോഴേ അത് വർക്ക് ചെയ്യുള്ളൂ. അത് പോരാത്ത ക്രോമസോം ആയിരിക്കണം ആര്? പ്ലാസ്മിഡ്. അല്ലാണ്ട് മെയിൻ എസെൻഷ്യൽ ക്രോമസോം ആരാകരുത്? പ്ലാസ്മിഡ് ആകരുത്. നെക്സ്റ്റ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ്. സെൽഫ് റെപ്ലിക്കേറ്റിംഗ്. സെൽഫ് റെപ്ലിക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് റെപ്ലിക്കേറ്റിംഗ് തന്നെത്താനെ വിഭജിക്കാൻ കഴിയണം അല്ലേ? തന്നെത്താനെ അതിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാൻ ആർക്ക് കഴിയണം? പ്ലാസ്മിഡിന് കഴിയണം. കാരണം എന്താ? ഇതിലേക്ക് പ്ലാസ്മിഡ് നമ്മൾ അപ്ലൈ ചെയ്ത് ബാക്ടീരിയ കുറച്ച് കഴിഞ്ഞിട്ടുള്ളത് അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാനിരിക്കും. അപ്പൊ പ്ലാസ്മിഡ് അവിടെ നിൽക്കരുത്. പ്ലാസ്മിഡിന് അതിനുള്ളിൽ ബാക്ടീരിയ റെപ്ലിക്കേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്ലാസ്മിഡ് തന്നെ അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അത്തരം പ്ലാസ്മിഡ് ആയിരിക്കണം. എന്തൊക്കെ നമ്മൾ പറഞ്ഞു? പ്ലാസ്മിഡ് ഡബിൾ സ്ട്രാൻഡഡ് ആയിരിക്കണം. അത് ഡബിൾ സ്ട്രാൻഡഡ് എന്തായിരിക്കണം? DNA ആയിരിക്കണം. സർക്കുലർ DNA ആയിരിക്കണം. നോൺ എസെൻഷ്യൽ ആയിരിക്കണം. എക്സ്ട്രാ ക്രോമസോമൽ ആയിരിക്കണം. സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ളതായിരിക്കണം. ഇതാണ് ഒരു പ്ലാസ്മിഡിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഒരു ജീനെ മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്മിഡ്സിനെ അല്ലെങ്കിൽ വെക്ടേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ട് മെയിൻ ആയിട്ടുള്ള യൂസ് എന്തൊക്കെയാണ്? ഒന്ന് എക്സ്പ്രഷന് വേണ്ടിയിട്ട്, എക്സ്പ്രഷൻ. ഒന്ന് ക്ലോണിങ്. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എക്സ്പ്രഷനും ക്ലോണിങ്. ഇപ്പൊ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീൻ എടുത്തിട്ട് ഹ്യൂമൻ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്തു. അവിടെ ആ ഹ്യൂമൻ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ആ ഹ്യൂമൻ ബോഡിനകത്ത് അത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നിൽ നിന്നും എടുത്തിട്ട് ജീന്, ഒരു ഓർഗാനിസത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ജീന് മറ്റൊന്നിലേക്ക് അപ്ലൈ ചെയ്ത്, മറ്റൊരു ഓർഗാനിസത്തിലേക്ക് ആ ജീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ജീന് വെക്ടറിന്റെ സഹായത്തോടെ എടുത്തിട്ട് മറ്റൊന്നിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെക്ടർ എന്തായിരിക്കും? ആ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഒരു ജീനെ മറ്റൊന്നിലേക്ക്, അവിടെ പ്രോട്ടീൻ ഇല്ലാതെ പ്രോട്ടീൻ്റെ എഫിഷ്യൻസി മാറ്റാം, പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ എക്സ്പ്രസ് ചെയ്യണം, ആ ജീൻ്റെ എക്സ്പ്രഷൻ പുറത്തേക്ക് എടുത്ത് കാണിക്കുന്നു. അതുകൊണ്ട് ഒരു പ്ലാസ്മിഡ് എങ്ങനെയായിരിക്കും? എക്സ്പ്രഷനുള്ള ഇതായിരിക്കും, എക്സ്പ്രഷൻ വെക്ടർ ആയിരിക്കും അല്ലേ? എന്തിനു വേണ്ടിയാണോ നമ്മൾ, അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇൻസുലിൻ ഇപ്പം പ്ലാസ്മിഡ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വെക്ടർ, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീനെ വെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ അത് എന്തിലേക്ക് ആക്കി? ബാക്ടീരിയക്ക് അപ്ലൈ ചെയ്തു. ആ ബാക്ടീരിയയിൽ അത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസുലിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാണ്, ആ ജീനിന്റെ പ്രവർത്തനം പുറത്തേക്ക് പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ആ വെക്ടറിന് എന്ത് പറയാം? എക്സ്പ്രഷൻ വെക്ടർ എന്ന് പറയാം. ഇനി ഒരു വെക്ടറിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയിലേക്ക് നമ്മൾ വെക്ടറിലൂടെ ഈ ജീനിനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാവും. ഒരുപാട് ആ ജീൻ്റെ ഒരുപാട് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതോറും എത്രമാത്രം ഒരു ബാക്ടീരിയനകത്ത് കടന്നു അല്ലേ? ഒരു ബാക്ടീരിയനകത്ത് ഒരു വെക്ടർ കടന്നു അല്ലേ? പ്ലാസ്മിഡ് കടന്നു, ഇതിനകത്ത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ, ഇത് ഒന്ന് രണ്ടായി മാറും.
2 4 മാറും. 2 4 പിന്നെ എന്തായിട്ട് മാറും? 4 8 മാറും. അങ്ങനെ ഇതിങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ, ഒരുപാട് അതിൻ്റെ ക്ലോൺസിന് ഉണ്ടാകണം, സെയിം കോപ്പീസ് ഉണ്ടാക്കണം. അപ്പോൾ അത് എന്തായിട്ട് മാറും? ക്ലോണിങ് വെക്ടറായിട്ട് മാറും. ക്ലോണിങ് വെക്ടറായിട്ട് മാറും. അപ്പം എന്താ പറഞ്ഞ ഞാൻ, വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ജീൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെഹിക്കിളാണ് പറയുന്നത് അല്ലേ. ഓരോ ഓർഗാനിസത്തിനും വ്യത്യസ്ത വെക്ടേഴ്സ് ആണ് അല്ലേ. ഹ്യൂമൻ ബീങ്സിനാണെങ്കിൽ വേറെ വെക്ടർ, റിട്രോവൈറസ് ആണ്. പ്ലാന്റ്സിനാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വെക്ടർ, ഫംഗസിനാണെങ്കിൽ ഫംഗസിന് അതിൻ്റെതായിട്ടുള്ള വെക്ടർ. ബാക്ടീരിയയിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്മിഡ് ബാക്ടീരിയ സ്റ്റേജ്. അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് വെക്ടേഴ്സ് ആണ് പറഞ്ഞു അല്ലേ. എന്നാൽ നമ്മൾ ഈ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ വെക്ടർ എന്താണെന്നുള്ളത്. ഇനി ബാക്ടീരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെക്ടറാണ് പ്ലാസ്മിഡ്. ആ പ്ലാസ്മിഡിനെ കുറിച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, പ്ലാസ്മിഡിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മളൊരു വെക്ടറായിട്ട് പ്ലാസ്മിഡ് സെലക്ട് ചെയ്യാൻ കാരണം എന്താ, ആ പ്ലാസ്മിഡ് ബാക്ടീരിയയിലെ എക്സ്ട്രാ ക്രോമസോമലാണ് അല്ലേ. ബാക്ടീരിയയിൽ എസെൻഷ്യൽ ക്രോമസോം ഉണ്ട്, അത് പോരാട്ടൊരു എക്സ്ട്രാ ക്രോമസോമിലാണ് ആര്? പ്ലാസ്മിഡ്. ആ പ്ലാസ്മിഡ് എങ്ങനെയുള്ള പ്ലാസ്മിഡാണ്? ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്. സിംഗിൾ സ്ട്രാൻഡേർഡ് DNA RNA ഒന്നും അല്ല, ഡബിൾ സ്ട്രാൻഡേർഡ് DNA തന്നെ ആയിരിക്കണം. അതേപോലെ സർക്കുലർ തന്നെ ആയിരിക്കണം, റൗണ്ട് ഷേപ്പുള്ള സർക്കുലർ DNA ആയിരിക്കണം. നോൺ എസെൻഷ്യൽ ആയിരിക്കണം, എക്സ്ട്രാ ക്രോമസോമൽ ആയിരിക്കണം, തന്നെ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഒരു വെക്ടറെ സംബന്ധിച്ചോളം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്ലാസ്മിഡ് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് ഒരു വെക്ടറിനെ സംബന്ധിച്ചിടത്തോളം. ഇനി ആ വെക്ടർ 2 രീതിയിലാണ് അതിൻ്റെ യൂസസ് കാണുന്നത്. ഒന്ന് എക്സ്പ്രഷൻ ആയിട്ടും ഒന്ന് ക്ലോണിങ് വെക്ടറായിട്ടും. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീനിന്റെ പ്രവർത്തനം, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ജീനാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനാണെങ്കിൽ, അത് അതിലേക്ക് ബാക്ടീരിയക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്ടീരിയ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണം നമുക്ക് വേണ്ടത് എങ്കിൽ അതതിൻ്റെ ജീനിന്റെ പ്രവർത്തനം എക്സ്പ്രസ് ചെയ്യാണ്. അപ്പോൾ അതെന്തായി? എക്സ്പ്രഷൻ വെക്ടർ. ഇനി ആ എക്സ്പ്രഷൻ്റെ ഒരുപാട് കോപ്പീസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് അവിടെ ഫാക്ടറി പോലെയാണ് ഈ പ്ലാസ്മിഡ് അതിനൊക്കെ കടത്തി കഴിഞ്ഞാൽ അതിങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഇൻസുലിൻ അതിന് പ്രൊഡ്യൂസ് ചെയ്ത് വരണം. അപ്പം എന്താ, ഒരുപാട് അതിൻ്റെ തന്നെ കോപ്പീസ് ഉണ്ടാവുക. അപ്പം അതെന്തായി? ക്ലോണിങ് വെക്ടറായി. ക്ലിയർ ആയില്ലേ? ക്ലോണിങ് വെക്ടറായി. അപ്പം എക്സ്പ്രഷൻ വെക്ടർ എന്താണെന്ന്, ക്ലോണിങ് വെക്ടർ എന്താണെന്ന് ഇപ്പോൾ ക്ലിയർ ആയില്ലേ? മെയിനായിട്ട് 3 പ്രോപ്പർട്ടീസ് ആണ് ഒരു വെക്ടർ ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ORI, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. നെക്സ്റ്റ് സെലക്ടബിൾ മാർക്കർ. മൂന്ന് ക്ലോണിംഗ് സൈറ്റ്. ഒരു വെക്ടറിന് ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ് ഇതൊക്കെ. ORI ഒരു നല്ല വെക്ടർ കിട്ടാ. ഒരു നല്ല വെക്ടർ എങ്ങനെയുള്ളതായിരിക്കണം? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം, സെലക്ടബിൾ മാർക്കർ, അല്ലെങ്കിൽ ക്ലോണിംഗ് സൈറ്റ്. ഇനി നമുക്ക് എന്താണ് ORI എന്നുള്ളത്? ORI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ക്രോമസോം എടുക്കുക. ഹ്യൂമൻ ക്രോമസോമിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ഒരു ഹ്യൂമൻ ക്രോമസോം റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പെർട്ടിക്കുലർ സൈറ്റ് ഉണ്ടാവും. ഈ സൈറ്റിൽ നിന്നാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ റെപ്ലിക്കേഷൻ നടക്കുകയുള്ളൂ. ഈ സൈറ്റ് ഇല്ല എന്ന് വിചാരിക്കുക, അപ്പോൾ അവിടെ റെപ്ലിക്കേഷൻ നടക്കില്ല. ഹ്യൂമൻ ക്രോമസോമിൽ ഒരുപാട് റെപ്ലിക്കേഷൻ സൈറ്റ്സ് ഉണ്ട്. ഒരുപാട് റെപ്ലിക്കേഷൻസ് ആയാലും ഒരുപാട് ORI ഉണ്ട് ഹ്യൂമൻ ക്രോമസോംസിൽ. അവിടെയെല്ലാം അത് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള, സ്റ്റാർട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. എന്നാൽ ഒരു ബാക്ടീരിയയിലോ ഒരു ORI ഉണ്ടാവുള്ളൂ. ഒരു ബാക്ടീരിയൽ ക്രോമസോമിലോ ഒരു ORI ഉണ്ടാവുള്ളൂ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഒന്നേ ഉണ്ടാവുള്ളൂ. എന്തില്? ഒരു ബാക്ടീരിയയിൽ. ആ ബാക്ടീരിയയുടെ ഇപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്മിഡ് അല്ലേ. പ്ലാസ്മിഡിൽ ഒന്നേ ഉണ്ടാവുള്ളൂ, ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടാവുള്ളൂ. ആ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഇല്ല എന്ന് വിചാരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്മിഡിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ അവിടെ അത് റെപ്ലിക്കേറ്റ് ചെയ്യില്ല.
റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക സൈറ്റ് ഉണ്ടാവും. ഓരോ പ്ലാസ്മിഡിലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ എവിടെ നിന്നാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേരാണെന്ത്, ORI അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അതില്ലെങ്കിൽ അവിടെ റെപ്ലിക്കേഷൻ നടക്കില്ല. അപ്പൊ ഒരു പ്ലാസ്മിഡ്, നമ്മളിപ്പോൾ ഈ പ്ലാസ്മിഡിന് ഉപയോഗിക്കുന്നത് ജീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ആ ജീൻ അപ്ലൈ ചെയ്തിട്ട് ബാക്ടീരിയയിലേക്ക് അതിന്റെ ബാറ്ററി ഉള്ളത് അത് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കണം. എക്സ്പ്രഷന് വേണ്ടി മാത്രമല്ല നമ്മൾ വെക്ടേഴ്സിന് യൂസ് ചെയ്യുന്നത്. അവിടെ കോപ്പീസ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് ബെനിഫിറ്റ് ഉള്ളൂ. ആ കോപ്പീസ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, അതിന് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. ആ റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവ് ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, ORI ആയിരിക്കണം. അതിൻ്റെ ആ റെപ്ലിക്കേഷൻ സൈറ്റ് ഉണ്ടായിരിക്കണം. ആ റെപ്ലിക്കേഷൻ ഒറിജിൻ ഓഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള സൈറ്റിനെ പറയുന്ന പേരാണെന്ത്, ORI. അത് മാത്രമല്ല, ഈ ORI ആണ് തീരുമാനിക്കുന്നത് ഈ പ്ലാസ്മിഡ് എത്ര കോപ്പീസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ. ഒരു പ്ലാസ്മിഡിനകത്ത് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാവും. പ്ലാസ്മിഡിനകത്ത് ഒരു പോയിന്റേ ഉണ്ടാവുള്ളൂ. ഹ്യൂമൻ ക്രോമസോംസിൽ ഒരുപാട് ORI ഉണ്ട്, ഒരുപാട് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന പാർട്ടുകളുണ്ട്. പക്ഷെ ഒരു ബാക്ടീരിയയിൽ ഒരു ഭാഗം മാത്രമേ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടാവുള്ളൂ. ആ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ അവിടെ റെപ്ലിക്കേഷൻ സംഭവിക്കില്ല. ഇപ്പൊ ഒന്നിൽ നിന്നും രണ്ടെണ്ണം ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, ORI ഉണ്ടായിരിക്കണം. ORI ഇല്ലെങ്കിൽ അവിടെ റെപ്ലിക്കേഷൻ നടക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ORI തീരുമാനിക്കുന്നത് ഇത് 50 കോപ്പി, വെക്ടറിന്റെ 50 കോപ്പി ഉണ്ടാക്കണോ, 100 കോപ്പി ഉണ്ടാക്കണോ, 10 കോപ്പി ഉണ്ടാക്കണോ എന്ന് തീരുമാനിക്കുന്നതല്ല, ORI. അപ്പോൾ ഒരു പ്ലാസ്മിഡ് നമുക്ക് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണ ഒരു ജീനിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻസുലിൻ ഉണ്ടാക്കണ ജീനിനെ നമുക്ക് വെക്ടറിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഒരുപാട് ജീന് വേണം. ഒരുപാട് ആ ജീനിനെ നമുക്ക് കോപ്പീസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ORI, അതിൻ്റെ ORI എങ്ങനെയുള്ളതായിരിക്കണം, ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കണ ORI ഇരിക്കണം. അതിനെ അതിനെ താങ്ങി നിൽക്കാൻ പറ്റുന്ന ORI ഇരിക്കണം. ഇപ്പൊ 50 കോപ്പി മാത്രം ഉണ്ടാക്കുന്ന ORI ആണെങ്കിൽ അത് 50 കോപ്പി മാത്രമേ ഉണ്ടാക്കുള്ളൂ. 100 കോപ്പി മാത്രം ഉണ്ടാക്കണമെങ്കിൽ 100 കോപ്പി മാത്രം ഉണ്ടാക്കുള്ളൂ. അതിന് കൂടുതലുള്ള ORI വേണമെങ്കിൽ എന്ത് വേണം, അതിന് താങ്ങി നിൽക്കാനുള്ള ORI ആയിരിക്കണം. ഒരു ORI ആണ് തീരുമാനിക്കുന്നത് എത്ര കോപ്പീസ് ഉണ്ടാക്കണം, ഒരു പ്ലാസ്മിഡിന്റെ എത്ര കോപ്പീസ് ഉണ്ടാക്കണം തീരുമാനിക്കുന്നത് ആരാണത്, ORI ആണ്. പിന്നെ ORIയുടെ ധർമ്മം എന്താ, റെപ്ലിക്കേറ്റ് ചെയ്യാൻ. ORI ഇല്ലെങ്കിൽ അവിടെ റെപ്ലിക്കേഷൻ നടക്കില്ല. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ റെപ്ലിക്കേഷൻ നടക്കുള്ളൂ. ORI ആണ് എന്ത് തീരുമാനിക്കുന്നത്, എത്ര കോപ്പീസ് ഉണ്ടാക്കണം. ക്ലിയർ ആയി ഞാൻ ഇരിക്കുന്നത്. വെക്ടറിൽ നമ്മൾ 3 പ്രോപ്പർട്ടീസാണ് പഠിച്ചത്. 3 പ്രോപ്പർട്ടീസ് അല്ലേ. വെക്ടർ എങ്ങനെയുള്ള, നമ്മളൊരു വെക്ടർ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് വേണം, ഒരു വെക്ടർ എക്സ്ട്രാ ക്രോമസോമൽ ആയിരിക്കണം, അതേപോലെ തന്നെ ഡബിൾ സ്ട്രാൻഡഡ് ആയിരിക്കണം, സർക്കുലർ DNA ആയിരിക്കണം, നോൺ എസെൻഷ്യൽ ആയിരിക്കണം, സെൽഫ് റെപ്ലിക്കേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു വെക്ടറിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. പിന്നെ നമ്മളൊരു വെക്ടറിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ വേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം അല്ലേ. അതേപോലെ സെലക്ടബിൾ മാർക്കർ, ക്ലോണിംഗ് സൈറ്റ്, അതായത് ഫീച്ചേഴ്സ്. അപ്പോൾ ഇനി ആ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ORI. ആ ORI ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്ലാസ്മിഡ് റെപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ. ക്ലിയർ ആയില്ലേ. ആ റെപ്ലിക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ഈ പ്ലാസ്മിഡ് കൊണ്ട് നമുക്ക് യൂസ് ഉള്ളൂ. റെപ്ലിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ പ്ലാസ്മിഡ്, ഇത് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം പോരല്ലോ, നമുക്ക് അതിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടെങ്കിൽ അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യണ്ടേ. ഇനി മൾട്ടിപ്പിൾ കോപ്പീസ്, എത്ര കോപ്പീസ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്ന ആളാരാണ്, ORI ആണ്. ഓരോ പ്ലാസ്മിഡിനും വ്യത്യസ്തമായിരിക്കും അതിന്റെ ORIയുടെ റേഞ്ച്. ചില പ്ലാസ്മിഡിന്റെ ORI 5 കോപ്പി ഉണ്ടാക്കണമെങ്കിൽ 5 കോപ്പി മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പൊ അതിന്റെ ORI 5 കോപ്പിന് മാത്രമേ ലോഡ് ചെയ്യേണ്ടാവുള്ളൂ. കൂടുതൽ കോപ്പീസ് ഉണ്ടെങ്കിൽ അത്രയും ലോഡ് ചെയ്യുന്ന ORI ആയിരിക്കണം. അപ്പോൾ ഒരു ORI ആണ് തീരുമാനിക്കുന്നത് എത്ര കോപ്പീസ് നമ്മൾ അതിന്റെ ഉണ്ടാക്കണം, റെപ്ലിക്കേറ്റ് ചെയ്ത് എത്ര കോപ്പീസ് ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്, ORI ആണ്.